ഇപ്പൊ ഓണപരിപാടിക്ക് പുറപ്പെട്ടല്ലോ അല്ലെ ഇത് പുറപ്പെട്ടുകൊണ്ടുണ്ട് എന്താ അപ്പൊ നമ്മളിപ്പോ പോയി ഓണം ഫംഗ്ഷനൊക്കെ കൂടണം. അതെ, കുറച്ച് നേരമായി വേഗം പോണായിരുന്നു. മാമൂല് വീട്ടില് എല്ലാരും ഉണ്ടാവുമ്പോ കുറച്ച് നാഷ്ട അത് ഇതെന്നെല്ലാം ആവുമ്പോ രസം ലേറ്റ് ആവും. മാമൂല് നമ്മുടെ മാമൂലുള്ള പരിപാടി ഇന്നത്തെ ദിവസത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ നമ്മുടെ ഇവിടെ സുണ്ടീപ്പില് ഓണ ഫംഗ്ഷൻ വെച്ചിട്ടുണ്ട്, അതൊന്ന് പോണം. അതെ, അപ്പൊ ഇതുണ്ട് ഡാൻസ് ഇതുണ്ട്, കളിയുണ്ട്, പ്രാക്ടീസ് ആക്കിയാണ്. അതെ, കുട്ടികൾക്ക് ഇവരുണ്ട് ഡാൻസ്, അതും കാണാം. എല്ലാം കണ്ടിട്ട് കളിച്ചിട്ട് എല്ലാം ആയിട്ട് വരി. അമ്മ വരുന്നില്ല, അമ്മക്ക് ലേസം കയ്യത്ത കൊണ്ടപ്പ 2 ദിവസം മഴ വിടാണ്ട് അടിച്ച കൊണ്ട് കുറച്ച് തലയെല്ലാം വേദന, അതിനെ കൊണ്ടാണ് വരാത്ത. അവിടെ ഗീത പുറപ്പെട്ടുകൊണ്ടിട്ട് ഇവരെന്താക്കി നോക്കുമ്പോ എല്ലാരും ഇവിടെ ഇരുന്നാണ് ഇവിടെ ഉണ്ടാവും. ഇവര് കുറച്ച് കഴിഞ്ഞിട്ട് പോവും. ഇവർക്ക് ഡാൻസ് എല്ലാം ഉണ്ട്, ഡാൻസ് എല്ലാം പഠിച്ചു വെച്ചിന്. പിന്നെ നിങ്ങൾ ഡാൻസ് കളിച്ചോളി. പിന്നെ തിരുവാതിരം കളി ഞങ്ങളുടെ ഗീതയ്ക്ക് ഉണ്ട്. അവള് പുറപ്പെട്ടുകൊണ്ടുള്ളതാണ് ഉള്ളില്. അവള് വരുമ്പോ കുറച്ച് ലേറ്റാവൂ. അങ്ങനെ നിങ്ങ പോയിട്ട് വരും മക്കളെ. ഞാൻ നോക്കാം, മുമ്പത്തെ കൊല്ലത്തിന് ബാക്കിയായാൽ ഞാൻ വന്നിട്ട് എത്താം. അപ്പൊ ഇത് ഫ്രണ്ടല്ല, അപ്പൊ ആദ്യം വരുന്നുണ്ട് ഞങ്ങളുടെ കൂടെ. പിന്നെ അമ്മന്റെ ഫ്രണ്ടും കുറച്ച് കഴിഞ്ഞിട്ട് വരും. അവർക്ക് എന്തോ സ്കൂളിന്റെ എന്തോ സർട്ടിഫിക്കറ്റിന്റെ എന്തോ പരിപാടി ഉണ്ട്, മടിക്കരി പോകണം അല്ലേ. ഫ്രണ്ടിന്റെ മടിയില് ഒരു കുട്ടി ഉറങ്ങിയോണ്ടുണ്ട്. പോയിട്ട് വരും. അപ്പം നമ്മൾ ടൗണിൽ എത്തിയപാട് ഇതാ ജാഥ പുറപ്പെട്ടു. അങ്ങനെ അതിൻ്റെ ഒന്നിച്ച് നമ്മളും പോകണം. അതെ, ഇപ്പം ഇത് പുലിക്കളിയാ, പിന്നെ ചെണ്ടക്കൊട്ട് എല്ലാം ഇവിടെ തുടങ്ങിന്. നമ്മൾ പോയി എത്തുമ്പോഴേക്കും അതെല്ലാം തുടങ്ങി. ഇപ്രാവശ്യം ആള് കുറച്ച് കൂടുതലുണ്ട്, അല്ലെങ്കിൽ ആള് കുറച്ച് കുറവുണ്ട്. മാവേലി, പിന്നെ ഇതിവിടെ എല്ലാം ഓരോരോ ഇത് വേഷമെല്ലാം ഇട്ടിട്ട് ഇങ്ങനെ ഇതാ എല്ലാവരും വന്നിട്ടുണ്ട്. ഇങ്ങനെ എല്ലാവരും പോകാൻ തുടങ്ങി. അപ്പം ഇതിനിടയിൽ നമ്മളും ഉണ്ട്. ഭയങ്കര കുറച്ച് നേരം വെയിൽ വന്നു, കുറച്ച് നേരം മഴയും ഉണ്ടായി. ഇതെന്ത് പറഞ്ഞാൽ ഓട്ടോയില് ഒരു ആനേൻ്റെ രൂപം പിടിച്ചിട്ടുള്ളത്. ഇപ്രാവശ്യം ആന കിട്ടിയിട്ടില്ലെന്ന് തോന്നുന്നു, അതുകൊണ്ട് അങ്ങനെ ആക്കിയിട്ടുണ്ട്. നല്ല രസമുണ്ടായി അത് കാണാൻ. ഇതാ ഇവിടെ ഞാനുണ്ട്, പാലറ്റിൻ്റെ ഫ്രണ്ട്സുകളെല്ലാം. ആനേൻ്റെ മേലെ ഒരു കുടയും പിടിച്ചിട്ട് ഒരു കുട്ടി ഇരുന്നിട്ടുണ്ട്. ആന ഇത് പോവാൻ ഇതിന് കണ്ണ് കാണുന്നില്ല. അപ്പോൾ അങ്ങനെ അവർ രണ്ടാളും കൂടി തള്ളിയിട്ട് അങ്ങനെ പോണത്. റോഡിൽ പോകാനാവില്ലല്ലേ. അങ്ങനെ എല്ലാവരും നല്ല രസമുണ്ട് കാണാനല്ലേ. വെള്ള സാരി ഉടുത്ത് തലയിൽ പൂവെല്ലാം വെച്ച് നല്ല കാണാൻ നല്ല ചന്തമുണ്ട്. അങ്ങനെ ഇപ്പം നമ്മൾ വാപ്പസ് വന്നിട്ടായി. പോയിട്ട് കുറച്ച് ദൂരം പോയി വന്നു. എല്ലാവരും വലിയ വലിയ ആൾക്കാരെല്ലാം ഇവിടെ ഇരുന്നിട്ടുണ്ട്. മുമ്പിൽ നമ്മുടെ കുറച്ച് അങ്ങനെ ഇരുന്നിട്ടുള്ള. നമ്മൾ പോയിട്ട് വരുമ്പോഴത്തേക്ക് എല്ലാവരും സീറ്റ് പിടിച്ചിട്ട് ഇരുന്നിട്ടുണ്ടായി. പിന്നെ അപ്പം നമ്മൾ ഇവിടെ ലാസ്റ്റിലാണ് നമുക്ക് സീറ്റ് കിട്ടിയത്. ഇതാ പാലറ്റിൻ്റെ ഫ്രണ്ട്സുകളുണ്ട്. ഇവിടെ ചിത്രകല പറഞ്ഞിട്ട് ഇവിടെ എല്ലാവരും കുട്ടികളെല്ലാം ചിത്രം എഴുതി വെച്ചിട്ടുണ്ട്. അതിൽ കുറേ കുട്ടികൾ നല്ല പാങ്ങിൽ ഇവിടെ നല്ല രസമുള്ളത്. ഇത് നല്ല രസമുണ്ട്, ശിവനും കൃഷ്ണനും. അങ്ങനെ അതെല്ലാം കണ്ടിട്ട് ഇങ്ങോട്ട് വന്നു നമ്മൾ. പിന്നെ ഇപ്പോൾ സ്റ്റേജിൽ വലിയ വലിയ ആൾക്കാരെല്ലാം കൂടിയിട്ട് വിളക്ക് കത്തിക്കാൻ എല്ലാവരും വരും. എല്ലാവരും കത്തിക്കുന്നുണ്ട് വിളക്ക്.
അങ്ങനെ ഇപ്പൊ ചോറിനും എല്ലാവരും പോയി, ഇതാ നമ്മളും പോയി വേഗം. നമുക്ക് ഇത് ഡാൻസ് എല്ലാം ഉള്ളത് കൊണ്ട് നമ്മൾ വേഗം പോയി. ഇപ്രാവശ്യം എന്തെന്ന് പറഞ്ഞാൽ വയസ്സായവരിനെയും കുട്ടികളിനെല്ലാം വേഗം വിട്ട്, അത് നല്ലൊരു സന്തോഷമുള്ള കാര്യം. ഇല്ലെങ്കിൽ ഭയങ്കര തിരക്കാവും ഈ ചോറിൻ്റെ ടൈം വരുമ്പോൾ. ഇതൊരു ഇതാക്കിയത് നല്ലതായി. കുട്ടികൾ ചെറിയ ചെറിയ കുട്ടികളുള്ളവർക്ക് മുമ്പെല്ലാം ആണെങ്കിൽ കുട്ടികളെല്ലാം കരഞ്ഞുകൊണ്ടും പിടിച്ചുകൊണ്ടും അയ്യോ ചോറിൻ്റെ സമയമാകുമ്പോൾ എവിടുന്ന് വരുന്ന അത്ര ആൾക്കാരുണ്ടായി. ഇപ്രാവശ്യം എന്തോ അത്ര തിക്കും തിരക്കൊന്നുമില്ല. നല്ല പാങ്ങിൽ നീറ്റായിട്ട് ചോറെല്ലാം വിളമ്പി അതെല്ലാം തിന്ന് നല്ല നല്ല കറികളെല്ലാം നല്ല ടേസ്റ്റ് ഉണ്ടായി. സൂപ്പർ പരിപാടിയായിരുന്നു ഇപ്രാവശ്യം. എന്തായാലും അദ്വിക്ക് എല്ലാം കുറേ നേരം വിളമ്പി നല്ല പാങ്ങ് നീറ്റായിട്ട് വിളമ്പി. അങ്ങനെ പഴം, പിന്നെ പച്ചടി, പിന്നെ എന്തെല്ലോ മോര് കറി, തൈര് കറി, പിന്നെ വലിയവരെ കാട്ടി കുഞ്ഞു മക്കളാണ് എല്ലാം വിളമ്പാനും അതിനെല്ലാം കൂടിയിട്ടുണ്ട്. കുട്ടികൾ എല്ലാം ലീവ് ആയതുകൊണ്ട് കുട്ടികൾക്കും എല്ലാവർക്കും ലീവ് പ്രസവം ദസറ എല്ലാം ആയതുകൊണ്ട് അതിനെ കൊണ്ടെല്ലാം നല്ലതായി. ഇത് സാമ്പാർ ആണ് ഇതിൽ പ്രധാനമായിട്ട്. നല്ല രസരസം പാകുണ്ടായി മാത്രം മണമണായിട്ട്. അപ്പോൾ കേരളക്കാരാണ് വന്നിട്ട് ചോറിലാക്കിയത്. നല്ല സൂപ്പറായിട്ടുണ്ട്. രാവിലെ കൊണ്ടുവന്നിട്ട് ചോറ്. അങ്ങനെ ഇതിവിടെ ഞാനും ചോറ് വയ്ക്കുന്നുണ്ട്. നല്ല സൂപ്പറായിട്ടുണ്ട്. കുട്ടികളെല്ലാം വീഡിയോ എല്ലാം നോക്കണവർ ചോറുണ്ടിട്ടായി. ഇതാ പരിപാടി തുടങ്ങിയപ്പോൾ ഫസ്റ്റ് സ്റ്റേജ് ഡാൻസ്. ഇത് എൻ്റെ ഫ്രണ്ടാണ് ഡാൻസ് ആക്കുന്നത്. അപ്പോൾ അത് കഴിഞ്ഞ പാട് നമ്മുടെ തിരുവാതിര ഉണ്ട്. അതാ തിരുവാതിര തുടങ്ങി. നമ്മുടെ തിരുവാതിര കഴിഞ്ഞപാട് ചെണ്ടമേളം തുടങ്ങി. അത് ഒരു 10 മിനിറ്റ് കഴിഞ്ഞ പിന്നെയാണ് മറ്റുള്ളവരുടെ ഡാൻസ് എല്ലാം തുടങ്ങുമ്പോൾ എല്ലാം ഉണ്ടായി ചെണ്ട. ഇപ്പോൾ കൈക്കൊട്ടി കളി തുടങ്ങും. അത് കഴിഞ്ഞപാട് പിന്നെ അമ്മൂൻ്റെ ഡാൻസും ഉണ്ട്. ഇത് നല്ല ഡാൻസ് ആയിരുന്നു. ഇതെന്ത് കഥകളിയല്ലേ മോ? അതെ. നല്ല പാങ്ങുണ്ട്. ഇതിന് പ്രൈസ് കിട്ടി. പൈസ ആരോ നല്ല ഉണ്ട് പറഞ്ഞിട്ട് പൈസ കൊടുത്തിട്ടുണ്ട്. അങ്ങനെ അമ്മൂൻ്റെ ഡാൻസും തുടങ്ങി. നല്ല പാങ്ങ് കളിച്ചമ്മ നല്ലുണ്ട്. അങ്ങനെ ഇനി അമ്മൂൻ്റെ കൂട്ടുകാരത്തിൻ്റെയും പിന്നെ ഒരു ഡാൻസ് ഉണ്ടായി. കഴിഞ്ഞിട്ട് വരുമ്പോൾ നമ്മൾ കുറേ നേരമായി. 11 മണി 11:30 കഴിഞ്ഞിട്ട്. നേരെ പോയതേ അറിഞ്ഞിട്ടില്ല. അവിടെ ഇവരുടെ ഡാൻസ് സ്റ്റേജിനെ കാട്ടി സ്റ്റേജിലുള്ളവരുടെ ഡാൻസ് കാട്ടിയോ ഇവിടെ കളിക്കുന്നവരുടെ ഡാൻസ് ആൾക്കാരെ നോക്കിയുണ്ടായത്. നല്ല ഉണ്ടായി കളി. ഒരു ഡാൻസ് തുടങ്ങിയ മുന്നേ
സൈഡിൽ കളിക്കുന്നവരാണ് നല്ല കളി. ഇവർക്ക് പിന്നെ എങ്ങനെ വേണമെങ്കിൽ ഡാൻസ് കളിക്കാമല്ലേ? സ്റ്റെപ്പ് എങ്ങനെ ഇടുന്ന അതേമാതിരി ഇടണമെന്നൊന്നുമില്ല, എങ്ങനെ വേണമെങ്കിൽ തുള്ളാം. അങ്ങനെ എല്ലാവരും എൻജോയ് ചെയ്തോന്നുണ്ട്. അങ്ങനെ നമ്മൾ നാളെ കാണാം അല്ലേ അമ്മോ? നാളെ ഇതിന് ബാക്കിയുണ്ട്, നമുക്ക് പ്രൈസ് കിട്ടിയതെല്ലാം കാണാനുണ്ട്.